പുനർജനി ആയുർവേദ കോളേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതുമായ ഒരു സസ്യത്തെക്കുറിച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് അഗസ്ത്യ ചീര എന്ന് പറയുന്നത്. നമുക്കറിയാം, അഗസ്ത്യ മഹർഷി എന്ന് പറയുന്ന അദ്ദേഹം വളരെ ആദരണീയനായിട്ടുള്ള ആയുർവേദത്തിലെ ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിന് അഗസ്ത്യ ചെടി വളരെയധികം ഇഷ്ടമാണ്. ആയതിനാലാണ് ഇതിന് അഗസ്ത്യ ചീര എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് അഗത്തി എന്നും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് സാമ്യമുള്ളതിനാൽ ഇതിനെ നമുക്ക് മുനിദ്രുമം എന്നും പറയാറുണ്ട്. ഇതിൻ്റെ അഗത്തിയുടെ പൂവിനെ ആസ്പദമാക്കിയിട്ട് രണ്ട് തരത്തിലുള്ള അഗത്തികൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നു. ചുവന്ന അഗത്തിയും അതേപോലെ തന്നെ വെള്ള അഗത്തിയുമാണത്. അഗത്തിയുടെ തൊലിയിൽ ധാരാളം ടാനിനും അതേപോലെ തന്നെ രക്തവർണ്ണ കളറിലുള്ള ഒരു പശയും അടങ്ങിയിരിക്കുന്നു. വിത്തിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇലയിൽ ധാരാളം പ്രോട്ടീൻ, ഫോസ്ഫറസ്, വൈറ്റമിൻ എ, ബി, സി എന്നിവയും അടങ്ങിയിട്ടുണ്ട്. അഗത്തിയുടെ പുഷ്പത്തിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ഇല പിഴിഞ്ഞെടുത്ത സ്വരസം ഉപയോഗിച്ചിട്ട് നസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ടുള്ള തലവേദന, മൈഗ്രെയിൻ, ഇനി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഫം എല്ലാം പുറത്തേക്ക് പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അഗസ്ത്യ ചീര എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തലവേദനയുള്ള ആൾക്കാർ മറക്കാതെ തന്നെ ഇതിൻ്റെ ഇല എടുത്തിട്ട് വരിക. ഇലയ്ക്കകത്തുള്ള ദുഷ്ടമായിട്ടുള്ള കഫവും വെള്ളവും ഇതുമൂലം മാറിക്കിട്ടും. അതുകൊണ്ട് അഗസ്ത്യ ചീരയുടെ ഇല എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇലയെ പിഴിഞ്ഞ് നീരെടുത്താൽ വെള്ളമൊന്നും ചേർക്കാതെ എടുക്കുന്ന നീരിനെയാണ് നമ്മൾ സ്വരസം എന്ന് പറയുന്നത്. ഈ ഒരു നീരെടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒരു മിനിറ്റ് പോലും നമ്മൾ വയ്ക്കാതെ ആ നിമിഷം തന്നെ നസ്യം ചെയ്യുക. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരികയുള്ളൂ. ഇങ്ങനെ നസ്യം ചെയ്യുന്നത് മൂലം പീനസം, ചുമ, മൈഗ്രെയിൻ, അപസ്മാരം എന്നിവയ്ക്ക് വളരെ ഉത്തമമാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവത്തിന് അഗത്തിയുടെ പുഷ്പം പിഴിഞ്ഞെടുത്ത നീര് പാലിൽ ചേർത്തിട്ട് സേവിക്കുക. നിശാന്തത മാറാനായിട്ട് അഗത്തിയുടെ ഇല ഒരു 10 ഗ്രാം നെയ്യിൽ വറുത്തെടുത്ത് രാവിലെയും വൈകുന്നേരവുമായിട്ട് സേവിച്ചാൽ മതിയാകും. മാത്രമല്ല, വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന എല്ലാ നേത്രരോഗങ്ങൾക്കും ഈ ഒരു മെഡിസിൻ വളരെ ഉത്തമമാണ്. അഗത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് കഴിക്കുക ഏറ്റവും ഉത്തമമാണ് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്. ചില സമയങ്ങളിൽ നമുക്കൊക്കെ വാതക്കുരു എന്ന് പറഞ്ഞിട്ട് നല്ല വലിപ്പത്തിലുള്ള പരുക്കൾ ഉണ്ടാവാറുണ്ട് അല്ലേ, അതിന് കുരുക്കളെന്നും ഒക്കെ പറയാറുണ്ട്. ചൂട് കൂടുതലുള്ള സമയത്താണ് ഇങ്ങനെയുള്ള പരുക്കൾ നമ്മുടെ ശരീരത്തിൽ അവിടെയായിട്ട് പ്രത്യക്ഷപ്പെടുക. ആ സമയത്ത് ഭയങ്കര വേദനയായിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അഗസ്ത്യ ചീരയുടെ കുരു പാലിൽ അരച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പഴുത്ത് പൊട്ടിപ്പോവുകയും ഇനി അത് തന്നെ ലേപനം ചെയ്ത് കൊടുത്താൽ അത് വളരെ പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങി പഴയതുപോലെ എത്താനായിട്ടും സാധിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും വളരെയധികം പൈസ ചിലവാക്കിയിട്ട് അഗസ്ത്യ ചീരയുടെ പൂവ് വാങ്ങി തോരൻ വെക്കാറുണ്ട്. അത് എന്തിനാണ് എന്നത് പോലും അറിയാതെ തോരൻ വെച്ച് കഴിച്ചാൽ നല്ലതാണ് എന്നത് മാത്രം മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന വിളർച്ചയെ മാറ്റാനായിട്ട് സഹായിക്കുന്നു. പലർക്കും വിളർച്ച അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്ത് മെഡിസിൻ കഴിക്കണമെന്നറിയില്ല. വളരെ നിസ്സാരമായിട്ട് അഗസ്ത്യ ചീരയുടെ പൂവ് എടുത്ത് തോരൻ വെച്ച് കഴിച്ചാൽ വിളർച്ച മാറിക്കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള അറിവുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.